Namaskaram guys, welcome to another episode of Journey Wraps. നമ്മളൊരു പുതിയ യാത്രാ സീരീസ് തുടങ്ങിയാണ്, അതായത് ഒരു ബാംഗ്ലൂർ സീരീസ്. ബാംഗ്ലൂരിൽ നിന്ന് മാക്സിമം 1-2 ദിവസം കൊണ്ട് കവർ ചെയ്യാൻ പറ്റുന്ന സ്ഥലങ്ങളാണ് നമ്മൾ ഈ സീരീസിൽ ഉൾപ്പെടുത്തുന്നത്. സോ നമ്മുടെ ആദ്യത്തെ ഡെസ്റ്റിനേഷൻ ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ റീസെൻ്റ്ലി ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന പെനിക്കൊണ്ട ഫോർട്ട് ആണ്. ബാംഗ്ലൂരിൽ നിന്നും ഏകദേശം 150 കിലോമീറ്റർ ഉണ്ട് പെനിക്കൊണ്ടയിലേക്ക്. സൺറൈസ് ആണ് നമ്മുടെ ലക്ഷ്യം, അതുകൊണ്ട് തന്നെ അതിരാവിലെ 3 മണിക്ക് റൈഡ് തുടങ്ങി. പിന്നെ നമ്മുടെ പുതിയ ബൈക്ക് കൊണ്ടുള്ള ആദ്യത്തെ ഒരു പ്രോപ്പർ ട്രിപ്പ് എന്ന് വേണമെങ്കിൽ പറയാം. അതിരാവിലെ ആയതുകൊണ്ട് ട്രാഫിക് ഒന്നും കാര്യമായിട്ട് ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ വിചാരിച്ചതിൽ നേരത്തെ വ്യൂ പോയിന്റ് എത്താറായി. ഇടയ്ക്ക് ഒരു ചായ കുടിക്കാനായി ഞാനും നിബിനേട്ടനും റോഡ് സൈഡിലുള്ള ഒരു ചെറിയ പെട്ടിക്കടയിൽ നിർത്തി. എന്താണെന്നറിയില്ല, ഇങ്ങനെ ട്രിപ്പ് പോകുമ്പോൾ ചായക്കടയിൽ കിട്ടുന്ന ചെറുകടികൾക്കൊക്കെ അപാര ടേസ്റ്റാണ്. ഇവിടെ നിന്ന് ഒരു 5 കിലോമീറ്റർ കൂടിയുള്ളൂ നമ്മുടെ പെനുക്കൊണ്ട വ്യൂ പോയിന്റിലേക്ക്. ചേട്ടാ ഇവിടുന്ന് അങ്ങോട്ട് കിടക്കാനേ വല്ല ബോട്ടോ ചെങ്കാറോ വല്ല പാലം വല്ല ഉണ്ടാ? ഇവിടുന്ന് വന്ന വഴി 8 കിലോമീറ്റർ തിരിച്ചു പോയാലേ ഒരു പാലം കാണും. അത് ജസ്റ്റ് ഒന്ന് ക്രോസ് ചെയ്ത് ഒരു 16 കിലോമീറ്റർ സ്പോട്ട് എത്തും. ഞാനിവിടെ എത്തി. അങ്ങനെ ഒടുവിൽ ഗൂഗിൾ മാപ്പ് കറക്കി നമ്മൾ ഡെസ്റ്റിനേഷൻ എത്തിയിരിക്കുകയാണ് ഗൈസ്. പെനുക്കൊണ്ട സൺറൈസ് വ്യൂ പോയിന്റിന് പകരം പെനുക്കൊണ്ട ഫോർട്ട് എന്നാണ് നമ്മൾ ഗൂഗിൾ മാപ്പിൽ അടിച്ചത്. എന്തായാലും സൺറൈസിന് മുമ്പേ നമ്മൾ സ്പോട്ട് പിടിച്ചു. പെനുക്കൊണ്ട വാസ് ദ ഫസ്റ്റ് ക്യാപിറ്റൽ ഓഫ് വിജയനഗര എംപയർ. അതായത് ഹംപിയൊക്കെ പോലെ തന്നെ വൺ ഓഫ് ദ ഫസ്റ്റ് ക്യാപിറ്റൽസ് ആയിരുന്നു ഈ പെനുക്കൊണ്ട എന്ന് പറഞ്ഞിട്ടുള്ള പ്ലേസ്. ശരിക്കുള്ള പെനുക്കൊണ്ട ഫോർട്ട് ആക്ച്വലി നമ്മൾ നിൽക്കുന്ന ഈ സ്ഥലത്തുനിന്ന് കുറച്ച് മാറിയിട്ടാണ്. അവിടെയും നമുക്ക് ഒരുപാട് അമ്പലങ്ങൾ ഇതുപോലെ കാണാം. ഈ അമ്പലങ്ങളെല്ലാം തന്നെ 14th സെഞ്ചുറിയിൽ പണി കഴിപ്പിച്ചിട്ടുള്ളതാണ്.
പക്ഷെ കാര്യമായ മെയിൻ്റനൻസ് ഒന്നും തന്നെ ഇല്ലാത്തതുകൊണ്ട് ആകെ കാട് പിടിച്ചാണ് കിടക്കുന്നത്. ഈ അടുത്തിടയ്ക്കാണ് ഗവൺമെന്റ് ഇങ്ങോട്ടേക്കുള്ള റോഡെല്ലാം ശരിയാക്കിയത്. അത് ഇങ്ങോട്ടുള്ള ടൂറിസം ഡെവലപ്പ് ചെയ്യാനുള്ള എന്തെങ്കിലും പ്ലാനിങ് ആയിരിക്കും എന്ന് തോന്നുന്നു. എന്തായാലും അധികം നേരം ഞങ്ങൾ ഇവിടെ നിന്ന് തിരിഞ്ഞില്ല. ഉച്ചയ്ക്ക് മുമ്പേ ഗന്ധിക്കോട്ട പിടിക്കണം. സൺറൈസ് എല്ലാം കണ്ട് താഴെ എത്തിയപ്പോൾ ഞങ്ങൾക്ക് നല്ലതുപോലെ വിശക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തൊട്ടടുത്തുള്ള റെസ്റ്റോറൻറ്റുകൾ തപ്പി അങ്ങോട്ടേക്ക് വെച്ച് പിടിച്ചു. നല്ല വിശപ്പുള്ളതുകൊണ്ട് ആദ്യം കണ്ട ഹോട്ടലിൽ തന്നെ കയറി. ഇഡ്ഡലിയും സാമ്പാറുമാണ് ഓർഡർ ചെയ്തത്. ഇഡ്ഡലി എത്ര നന്നല്ലെങ്കിലും സാമ്പാറും ചട്നിയും തീരെ കൊള്ളില്ലായിരുന്നു. പിന്നെ ഇതുപോലുള്ള യാത്രകളിൽ നമുക്ക് ഇഷ്ടപ്പെട്ട ഫുഡ് തന്നെ കിട്ടണമെന്ന് നിർബന്ധം പിടിക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് കിട്ടിയത് കഴിച്ചിട്ട് ഞങ്ങൾ വേഗം ഗന്ധിക്കോട്ടയിലേക്കുള്ള യാത്ര തുടർന്നു. സോ നമ്മുടെ സീരീസിന്റെ ഫസ്റ്റ് എപ്പിസോഡ് ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഗന്ധിക്കോട്ട എത്തിയിട്ടുള്ള വിശേഷങ്ങളുമായി അടുത്ത എപ്പിസോഡിൽ കാണും വരെ ബൈ ബൈ ഫ്രം ജേർണി റാപ്സ്.